കൊച്ചു മോളായിട്ട് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അച്ഛ അച്ഛ പ്ലീസ് അച്ഛ. ഇല്ല ഇല്ല ഇല്ല, നിനക്ക് ഫോൺ വാങ്ങിക്കുന്ന പ്രശ്നമില്ല. എന്താണ് അച്ഛ, എത്ര നാളെ അച്ഛന്റെ വയ്യാതെ ഞാൻ നടക്കുന്നു. ഒന്ന് വാങ്ങിച്ച അച്ഛ പ്ലീസ് അച്ഛ. നിനക്കറിയോ, എന്റെ കുട്ടിക്കാലത്ത് നീ സാധനം കൂടി കണ്ടിട്ടില്ല, പിന്നെ നിനക്ക് ഫോണ്. ഗോപോട്ട ഒന്ന് വാങ്ങിക്കൊടുന്നേ, നമുക്കോ ഈ ബാഗ് കിട്ടിയില്ല. അപ്പുറത്തെ രമേശ് മോനെ കയ്യിലൊക്കെ ഉണ്ട് ആ സാധനം. ഒക്കെ അതിനെ നോക്കിയില്ല പഠിക്കല്. നീ അയച്ചെങ്ങനെ മനസ്സിലാക്കുന്നേ? നിന്റെ കാശുണ്ട്, നീ വാങ്ങിക്കൊടുക്കണം. എന്റെ കയ്യിൽ കാശൊന്നുമില്ല. മോനെ അപ്പു, ചോറുണ്ടാവാ. എനിക്കൊന്നും വേണ്ട ചോറ്. എനിക്ക് ഫോൺ കിട്ടാൻ ഞാൻ ഒന്നും കഴിക്കില്ല. ഓനിപ്പോ ഫോൺ കിട്ടാൻ ഒന്നും കഴിക്കില്ല പോലും. നമുക്ക് അമ്മയല്ലല്ലോ, നിങ്ങൾ ആർക്ക് വേണ്ടി സമ്പാദിക്കുന്നേ, ഒന്ന് വാങ്ങിക്കൊടുക്കുന്നേ. ഈ ഫോൺ കിട്ടാണ്ട് തിന്നാനും കുടിക്കാനും നിൽക്കണ്ട. ഇതാ ഫോണ്. പിന്നെ ഒരു കാര്യം സൂക്ഷിച്ചു ഉപയോഗിക്കണേ. അപ്പു അപ്പു, ഞാനാണ് ഫേസ്ബുക്ക്. എന്നിലൂടെ ഈ ലോകത്തുള്ള എല്ലാവരെയും കാണാം. അപ്പു അപ്പു, ഞാനാണ് യൂട്യൂബ്. എന്നിലൂടെ പലതരം കാഴ്ചകൾ കാണാം. അപ്പു അപ്പു, ഞാനാണ് വാട്സാപ്പ്. എന്നിലൂടെ നിനക്ക് സന്ദേശങ്ങൾ കൈമാറാം. അപ്പു അപ്പു, ഞാനാണ് ഇൻസ്റ്റാഗ്രാം. എന്നിലൂടെ നിനക്ക് ബോറടി മാറ്റാം, റീൽസ് കാണാം. അപ്പു അപ്പു, ഞാനാണ് ഇന്റർനെറ്റ്. എന്നിലൂടെ നീ പുസ്തകമോ പത്രമോ ഒന്നും വായിക്കണ്ട, വിവരങ്ങൾ നിന്റെ വിരൽത്തുമ്പിൽ ഞാൻ എത്തിച്ചു തരും. മോനെ അപ്പു, ചോറുണ്ണാവാ. അമ്മ വരുന്നു. മോനെ അപ്പു, കുളിക്കാൻ വാ. ഈ അമ്മയെ കൊണ്ട് ശല്യായല്ലോ. അമ്മ വരുന്നു. കണ്ടോ പോകട്ടാ, ചോറ് തിന്നാൻ ഫോൺ വാങ്ങിക്കൊടുത്തിട്ട് ഇപ്പൊ ചോറ് തിന്നുന്നില്ല. ഞാൻ അവനെ കാണട്ടെ. അപ്പു, ഇങ്ങോട്ട് വാടാ. അച്ഛൻ ഞാൻ പഠിക്കല. എന്നോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. ആ ഫോണ് കൊണ്ടാ. അയ്യോ അയ്യോ, എന്റെ ഫോണ്. ഞാൻ ഒറ്റയ്ക്കായി. ഇനി ഞാനിവിടെ ജീവിച്ചിരിക്കില്ല. ഓനപ്പൂ, ശാസ്ത്രം നൂതന സാങ്കേതിക വിദ്യ നല്ലത് തന്നെ. അത് മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. നന്ദി, നമസ്കാരം.